വയനാട്ടിലെ ചൂരൽമലയും വെള്ളാർമല സ്കൂളും ഇങ്ങനെ കാണേണ്ടിയിരുന്നില്ല എന്ന് വിലപിക്കുകയാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ വിജിനും സുഹൃത്തുക്കളും. ബംഗളൂരുവിൽ ജോലി ചെയ്യുമ്പോഴാണ് വീടുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഉരുളെടുത്തു പോയി എന്ന വിവരം ഇവർ അറിയുന്നത്. സമാനതകളില്ലാത്ത ഈ വയനാട് ദുരന്തത്തിൻ്റെ ഏറ്റവും വേദനിക്കുന്ന കാഴ്ച വെള്ളാർമല സ്കൂളാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. അവരുടെ വീടും ഈ സ്കൂളിന് തൊട്ട് മുകളിലായിട്ടാണ്. അന്ന് ഈ അപകടമുണ്ടായപ്പോൾ, പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ എല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോയവരായിരുന്നു അവരുടെ മാതാപിതാക്കളൊക്കെ. ഇവർ ബാംഗ്ലൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ്, അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്നത് അവരുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു കാഴ്ച? സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല. നെഞ്ചു പൊട്ടിയിട്ട് അവിടെ വന്നത്. കാരണം നമ്മൾ കണ്ടൊരു സ്ഥലമല്ലല്ലോ. പെട്ടെന്ന് വന്നപ്പോൾ ആകെ എന്താ പറയുക, അവസ്ഥയായിരുന്നു. പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഞങ്ങൾ ജനിച്ചു വരുന്ന സ്ഥലമാണിത്. ഒരു കൂട്ടുകാരോ കുടുംബക്കാരോ ആരുമില്ല. ഇപ്പം എൻ്റെ അടുത്താണ്, ഞങ്ങൾ കസിൻസ് ആണെങ്കിലും ഫാമിലി ആയിട്ട് ഇവർ ഒരുമിച്ചാണ് താമസിച്ചത്. അപ്പം ഞങ്ങളുടെ വീട് ആദ്യം മുണ്ടക്കയായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തതാണ്. മുണ്ടക്കെ ഇപ്പോൾ എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാളെ പോലും കാണില്ല. എൻ്റെ കുടുംബത്തിന് 5 പേരെ കാണുന്നില്ല. അതിൽ 2 പേരുടെ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി 3 പേര് ഇപ്പോഴും അവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ പുറത്ത് ഞങ്ങൾ വീടിന് മുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു നിരന്ന ഭൂമി. അവിടെ എങ്ങനെ നിൽക്കുന്ന ഒരു പിടുത്തവും. സേഫ് അല്ലേ? അവരൊക്കെ ഒച്ചപ്പാടും കേട്ട് രാത്രി കാട്ടിൽ കയറി ഓടിക്കൊണ്ട് അവർ രക്ഷപ്പെട്ടു. വീട്ടിൽ ദൈവം സഹായിച്ച അച്ഛനും അമ്മയ്ക്കൊന്നും പ്രശ്നമില്ല. കൂട്ടുകാരും കുടുംബക്കാരൊക്കെയാണ് പോയത്. എൻ്റെ കോണ്ടാക്റ്റിൽ തന്നെ പകുതി ആൾക്കാർ ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ. എവിടെ പോയെന്ന് എന്തോന്നൊന്നും അറിയില്ല. ആകെ അവസ്ഥയിലാണ് ഞങ്ങൾ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നെഞ്ചൊക്കെ നീറുക. ഈ സ്ഥലം കാണാതിരിക്കുക നല്ലത്. പുറത്തുനിന്ന് വരുന്നൊക്കെ ആദ്യമായിട്ട് ഒരു ഇതായിരിക്കും. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇനി ജീവിക്കാൻ പറ്റുമെന്ന് തന്നെ ദൈവത്തിനറിയാം. നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണല്ലേ പഠിച്ചതൊക്കെ അല്ലേ? ഇവിടെ പഠിച്ചേ. +2 വരെ ഇവിടെ പഠിച്ചേ. വീടും ഇതിന് മുകളിൽ തന്നെ ആയിരുന്നു? വീട് സ്കൂൾ റോഡിൻ്റെ മേലെ, കുറച്ച് മേലെ. ബാംഗ്ലൂര് ഇരുന്നപ്പോഴാണോ ഇത് വിവരങ്ങൾ? ഒരു വർക്ക് ചെയ്യുന്നു. അപ്പോൾ രാത്രി 1:30 അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഇവിടെ എന്തോ പൊട്ടിക്കണ് പറഞ്ഞു. അപ്പോൾ തന്നെ ബാഗ് എടുത്തിട്ട് ഓടി. എന്നിട്ട് അങ്ങനെ ഇവിടെ എങ്ങനെ എത്തി, ഒരു 10 മണിയാകുമ്പോൾ എത്തി. പിന്നെ കണ്ടത് വളരെ മോശം സീനായിരുന്നു. എല്ലാം ഒറ്റ രാത്രി ഉണ്ട്. കാരണം ഇവിടെയുള്ള നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതായിട്ടുള്ള നാട്ടുകാരുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വഴി കൂടെ പോകുമ്പോഴാണെങ്കിൽ പോലും 1-2 മിനിറ്റ് സംസാരിച്ചിട്ട് പോകുന്ന കൂട്ടത്തിൽ അങ്ങനെയുള്ള നല്ല നല്ല മനുഷ്യരായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, എല്ലാവരും കുടുംബക്കാരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ കുടുംബക്കാരും അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ്. മുണ്ടക്കൈ മുതൽ ഇങ്ങ് ചൂരന്മല വരെയുള്ള എല്ലാവരും തന്നെ. അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയ മൊത്തത്തിൽ പോയി ഒന്നുമില്ല, ആരെയും കിട്ടാനില്ല, കാണാനില്ല, അറിയാനില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരുമാതിരി ഹൃദയമൊക്കെ നിന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഇവിടെ വന്നപ്പോൾ പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തിയൊന്നും വിട്ടില്ല. കാരണം അന്നത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കസിൻ്റെ വീടുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം പിന്നെയാണ് നമ്മൾ എല്ലാം അറിഞ്ഞത്. ഇന്ന ആൾക്കാർ മരിച്ചു പോയി. അതാണ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ പോയി നോക്കി. വരുന്ന ഓരോരോ ബോഡികൾ നമ്മൾ എടുത്തു വെച്ച് നോക്കി. കാരണം നമ്മളിൽ ഫോട്ടോ ഉണ്ട്, അടയാളം വെച്ചിട്ട് നോക്കി. പക്ഷേ അതിൽ ആ കൂടെ 2 പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇവർക്ക് ഈ ഒരു നിമിഷത്തെ അതിജീവിക്കേണ്ടതുണ്ട്. അതിനുള്ള കരുത്തുണ്ടാവട്ടെ. അതിന് അവർക്കൊപ്പം എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് നൽകാനുള്ളത്. മുനീഫിനൊപ്പം വിപിൻ സി വിജയൻ, 24.